നമസ്കാരം. കാക്കമ്മയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. മാല പാർവതി മാഡം കഴിഞ്ഞ ദിവസം വിൻസിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു. വിൻസി പറഞ്ഞ കുറെ കാര്യങ്ങളിലേക്ക് മാഡം ഒരു ഇന്റർവ്യൂ കൊടുത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടുപോകും. സിനിമയിലും ഒക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നാൾ ആരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി. അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ, പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അതിൽ പറയുന്നുണ്ട്, നടിമാരെ ആരെങ്കിലും ഒന്ന് തോണ്ടിയാലോ ചിക്കിയാലോ അയ്യോ എന്നൊന്നും പറയരുത്, അപ്പൊ തന്നെ ഒന്ന് പോടാ എന്ന് പറയണം. ഈ മാഡത്തിന്റെ മോന്റെ ഇന്നാളൊരു ചെറിയൊരു കുൽസിത പ്രവൃത്തി നമ്മളെല്ലാവരും യൂട്യൂബിൽ കണ്ടതാണ്. അത് പൊക്കോട്ടെ, കൂടെ നിൽക്കുന്ന ഒരു സഹപ്രവർത്തകയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ അതിന്റെ കൂടെ നിൽക്കുകയാണ് ആദ്യം വേണ്ടത്. പുള്ളിക്കാരിക്കറിയാം നടനായ ഷൈൻ ടോം ചാക്കോക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അത് പണിയാവും എന്ന് അറിയാം. അതും പോട്ടെ, നമ്മളോടൊരാള്, ഞാനൊരു നടിയാണ്, എനിക്ക് അവിടെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ട് ഞാനത് തുറന്നു പറഞ്ഞത് അത് വലിയ കാര്യമാണെന്ന് വിചാരിക്കേണ്ടതിന് പകരമായിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല, ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണം എന്നുള്ള രീതിയിലാണ് മാഡം സംസാരിക്കണേ. ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. കാരണം പുള്ളിക്കാരിയുടെ ആ ഒരു എന്താ പറയാ, നമ്മളിപ്പോ എന്താ പറയാ, ഡ്രസ്സ് മാറാൻ പോകുമ്പോ കൂടെ വരട്ടെ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു തമാശയായിട്ട് ഒന്ന് പോടാ എന്ന് പറയണം. ആ സമയത്ത് നമ്മൾ ബ്ലൗസ് ഇടാൻ പോകുമ്പോൾ ബ്ലൗസിന്റെ ഹുക്ക് ഞാൻ ഇട്ട് തരട്ടെ, ബ്രായിന്റെ ഹുക്ക് ഞാനൊന്ന് ഇട്ട് തരട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ ഒന്ന് പോടാ. അതാണ് അതിന്റെ ഒരു പുള്ളിക്കാരി പറയുന്നത്. അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ മേത്ത് ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറ്റം കാണിക്കുന്നിടത്താണ് പെണ്ണ് പെണ്ണാവണത്. അല്ലാതെ അവസരത്തിന് വേണ്ടി ചെന്ന് കിടന്നു കൊടുത്തിട്ട് ഞാൻ അവിടെ കിടന്നു കൊടുത്ത് എന്നെ അവിടെ പീഡിപ്പിച്ചെന്ന് പറയണല്ല കാര്യം. അത് ആ സമയത്ത് തുറന്നു പറയേണ്ട ഒരു കാര്യം ചെയ്യുന്നതാണ് മെയിൻ കാര്യം. ഇതില് ചേച്ചി അനുകൂലിച്ച് ചെയ്ത വീഡിയോന്റെ കുറച്ച് ഭാഗം ഞാൻ ഇതിന്റെ അടിയിൽ കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടിട്ട് അതിന്റെ വിവരം ഒന്ന് പറ. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുവോ, വരുമോ, ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. അത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. നല്ലൊരു നിലപാടെടുക്കുന്ന, നല്ലൊരു സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, നല്ലൊരു ധൈര്യമുള്ള ഒരു ക്യാരക്ടർ, അതാണ് നിങ്ങളെപ്പറ്റി ഞങ്ങൾ മലയാളികൾ ധരിച്ചു വെച്ചിരുന്നത്, മാല പാർവതി മാഡം. പക്ഷേ മാഡം ഈ പറഞ്ഞത് ഭയങ്കര മോശമായി പോയി എന്നേ പറയാനുള്ളൂ. ഒരാൾ തൊട്ടും പിടിച്ചാൽ അതൊന്നും ഒരു പ്രശ്നമില്ല, അത് ആ രീതിയിൽ അങ്ങോട്ട് ഇതാക്കണം, അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ അത് ചിലപ്പോ മാഡത്തിന് അങ്ങനെ തോന്നുന്നുണ്ടാവും. ബാക്കി കേൾക്കുന്ന ഇന്റർവ്യൂ കാണുന്ന അല്ലെങ്കിൽ എന്നെ പോലെ ഞങ്ങളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്കൊന്നും അത് തോന്നാറില്ല. അതുകൊണ്ട് മാഡം സ്വയം ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. മാഡത്തിന്റെ വീഡിയോ ഒക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ സമയത്ത് എങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. നിങ്ങളെ പറ്റിയൊന്നും ഒട്ടും അങ്ങനെ വിചാരിച്ചില്ല കേട്ടാ.